റിലാക്സ്ഡ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മളൊരു 10 വർഷം മുമ്പ് ഞാനൊരു അടിപൊളി ഒരു പടക്കം പോലെ ഒരു കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഹോണ്ട സിവിക് എന്നാണ് അതിന്റെ പേര്. 8th ജനറേഷൻ സിവിക് ആയിരുന്നു അത്. 8th ജനറേഷൻ സിവിക് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട് വാങ്ങാൻ തുടങ്ങി. അത് വളരെ കോസ്റ്റ്ലി ആണെങ്കിൽ പോലും എല്ലാവരും ഇഷ്ടപ്പെട്ട് വാങ്ങാൻ തുടങ്ങി. നമ്മുടെ റോഡിന് പറ്റാത്തൊരു കാറായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. സോ ഒരു ചെറിയൊരു ഹമ്പ് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ പോലും വണ്ടിയുടെ അടിമുട്ടും, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഓടിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ സിറ്റി VTEC എങ്ങനെയുണ്ടായിരുന്നോ അതേപോലെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ഓടിക്കാൻ. അതിന്റെ ഡിസൈൻ ആണെങ്കിലും ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു. ഒരുപാട് ആളുകൾ അത് വാങ്ങിച്ചു, കുറേ മോഡിഫിക്കേഷൻസ് ചെയ്തു, ഒരുപാട് സിനിമയിൽ ആ കാർ വന്നിട്ടുണ്ട്. സോ അതിന്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ മോഡൽ എന്ന് പറയുന്ന ഒരു സിവിക്, അതായത് സിവിക്കിന്റെ 10th ജനറേഷൻ ആണ്. 8th ജനറേഷൻ ആയിരുന്നു ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നുണ്ടായിരുന്നത്. 7 വർഷം മുമ്പായിരുന്നു അവൈലബിൾ ആയിരുന്നത്. അതിനുശേഷം 9th ജനറേഷൻ ഇന്ത്യയിൽ ലോഞ്ച് തന്നെ ചെയ്തിട്ടില്ല. അതിനുശേഷം 10th ജനറേഷൻ ആണ് ഹോണ്ട ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 10th ജനറേഷൻ സിവിക് ആണ് ഞാനിപ്പോ സത്യം പറഞ്ഞ സിവിക്കിലാണ് ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്, ഓടിക്കില്ല, ട്രാവൽ ചെയ്യുന്നത്. 8th ജനറേഷൻ സിവിക് എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ ഓറിയന്റഡ് കാറായിരുന്നു. അതായത് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഒരു പെർഫോമൻസും ഒരു ത്രില്ലായിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റിയ ഒരു കാറായിരുന്നു 8th ജനറേഷൻ സിവിക്. അത് മാറി 9th ജനറേഷൻ മാറി ഇപ്പോൾ 10th ജനറേഷൻ വന്നപ്പോൾ ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഇതിന്റെ പുറകിലത്തെ സീറ്റിൽ ഇരുന്നിട്ടാണ്. കാരണം പുറകിലെ സീറ്റ് അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് പുറകിലെ സീറ്റിൽ ഇരുന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. പഴയ സിവിക്കിനെക്കാളും ശരിക്കും പറഞ്ഞാൽ ലെങ്ത്തും വിഡ്ത്തും എല്ലാം കുറച്ച് കൂടുതലാണ്. സോ ഭയങ്കര ഒരു ഡൈമെൻഷൻസിൽ ഡിഫറൻസ് ഉള്ള ഒരു കാറാണ് 10th ജനറേഷൻ സിവിക്. സോ 10th ജനറേഷൻ സിവിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സീറ്റിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു കാറാണോ അതോ ഇപ്പോഴും പണ്ടത്തെ പോലെ ഡ്രൈവേഴ്സിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാറാണോ എന്നാണ് നമ്മൾ ഇന്നത്തെ റിവ്യൂവിൽ നമ്മൾ എന്താ പറയുക, ഡ്രൈവ് ചെയ്തിട്ടും ബാക്ക് സീറ്റിൽ ഇരുന്ന് ട്രാവൽ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ 10th ജനറേഷൻ സിവിക്കിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പിറ്റ് സ്റ്റോപ്പിൽ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. ആൻഡ് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതായിരിക്കും. സോ നമുക്ക് സിവിക്ക് പണ്ടത്തെ പോലെ പടക്കമാണോ, എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. സിവിക്കിന്റെ ബാക്ക് സീറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം നമുക്ക്. ബാക്ക് സീറ്റ് കാറിന്റെ ലെങ്ത്തും വിത്തും കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും വീൽ ബേസ് സെയിം ആണ്. സോ വീൽ ബേസ് സെയിം ആകുമ്പോൾ ഇന്റീരിയറിലുള്ള സ്പേസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ക്യാബിൻ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ഡിസൈൻ ചേഞ്ചസ് വരുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ക്യാബിന്റെ ഉള്ളിൽ കുറച്ച് ഏറിയ ആയിട്ടുള്ള ഒരു ക്യാബിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, സീറ്റ്സ് വളരെ കംഫർട്ടബിൾ ആണ് ബാക്ക് സീറ്റും. പിന്നെ വിത്തുള്ള ഒരു കാറായത് കാരണം നമുക്കിപ്പോൾ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ വെച്ച് ഇരിക്കുമ്പോൾ എത്ര ദൂരം വേണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം. അതിന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. ഒരു മുഷിയില്ല, അങ്ങനെയുള്ള ഒരു ഫീൽ ഒന്നും വരുന്നില്ല. എത്ര ദൂരം വേണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ 3 ആള് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. ഇവിടെ സെന്ററിൽ ഈ ഒരു ട്രാൻസ്മിഷൻ ടണൽ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. നല്ല രീതിയിലുള്ള ലെഗ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ബാക്ക് സീറ്റ് നല്ല രീതിക്ക് കംഫർട്ടബിൾ ആണ്. പക്ഷേ സിവിക് എന്ന് പറയുന്ന ഒരു കാറ് അതല്ല നമ്മൾ സിവിക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. സോ ഇത് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. സിവിക് ഫസ്റ്റ് ടൈമാണ് ഡീസൽ വേരിയന്റിൽ ഇന്ത്യയിൽ വരുന്നത്. സോ ഇപ്പോൾ പെട്രോൾ സിവിക്കും അവൈലബിൾ ആണ്, ഡീസൽ സിവിക്കും അവൈലബിൾ ആണ്. സോ ഓടിച്ചു നോക്കിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. ബാക്ക് സീറ്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സീറ്റിൽ സ്പെഷ്യലായിട്ട് ഫീച്ചേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. പോയിന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാക്കിൽ ചാർജിങ് പോർട്ട് കാണാനില്ല. ചാർജിങ് പോർട്ട് ഞാൻ ഒരുപാട് നോക്കി, ഇനിയിപ്പോൾ ഞാൻ മിസ് ചെയ്തോണോ എന്ന് പറഞ്ഞിട്ട് ചാർജിങ് പോർട്ട് കാണാനില്ല. അതുപോലെ തന്നെ സീറ്റ്സ് കംഫർട്ടബിൾ ആണ്. ഹാൻഡ് റെസ്റ്റും കുഷ്യനും പോലെ നല്ല കുഷ്യൻ ടൈപ്പിലുള്ള ഹാൻഡ് റെസ്റ്റ് ആണ്.
പിന്നെ അതുപോലെ തന്നെ ഡോറിൻ്റെ മെറ്റീരിയൽസും എല്ലാം നല്ല പ്രീമിയം മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൊരു ഹുക്കും ആ സൈഡിലൊരു ഹുക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ബാക്ക് പോക്കറ്റ്സ്, എല്ലാ രീതിയിലുള്ള ബേസിക് കമ്മ്യൂണിറ്റീസും ഉണ്ട്. പിന്നെ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടില്ല. ചെറിയ 2 AC വെൻസ് മാത്രമാണ് പുറകിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ സീറ്റ്സിൽ ISOFIX ഓപ്ഷൻസ് വരുന്നുണ്ട്, 2 സൈഡും വരുന്നുണ്ട്. സോ അതിപ്പോൾ എല്ലാ കാറുകളിലും ബേസിക് ആയിട്ട് വരുന്നത് കാരണം പിന്നെ ഒരു പക്ക പ്രീമിയം ഫീലാണ് വരുന്നത്. സെഡാനാണ്, അതുകൊണ്ട് കുറച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചെറിയ രീതിക്കുള്ള ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എന്തുകൊണ്ടാണ് 90 ഡിഗ്രീസ് ഓപ്പണിംഗ് ഡോസ് സെഡാനിൽ കൊടുക്കാൻ പറ്റാത്തതെന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെതായ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പക്ഷേ 90 ഡിഗ്രി ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻസിൽ ചെറിയ വ്യത്യാസമുണ്ട്. പുതിയ കാറിൻ്റെ 11 mm ലോങ്ങറും 49 mm വൈഡറുമാണ് പുതിയ കാർ വരുന്നത്. വീൽ ബേസ് സെയിം തന്നെയാണ്, പഴയ സിവിക്കുമായിട്ട് 2700 mm ആണ് വീൽ ബേസ് വരുന്നത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഡിസൈൻ കംപ്ലീറ്റ് ഒരു ചേഞ്ച് ഓവർ വന്നിട്ടുള്ളത്. ഫാസ്റ്റ് ബാക്ക് കൈൻഡ് ഓഫ് എ ഡിസൈനാണ് പുതിയ കാറിന് വന്നിട്ടുള്ളത്. പുതിയ കാറിന് കുറച്ചുകൂടെ ബെറ്റർ റോഡ് പ്രസൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ക്രോം യൂസ് ചെയ്തിട്ടുണ്ട് ഓൾ അറൗണ്ട് ദ കാർ, ബാക്ക് സൈഡിലാണെങ്കിലും സൈഡിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും. ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് ഹോണ്ടയുടെ സിഗ്നേച്ചർ ഗ്രില്ല്, ക്രോം സ്ട്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു ഗ്രിൽ സെറ്റപ്പാണ്. തന്നെ നമുക്ക് LED ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. LED ഹെഡ്ലൈറ്റ്സ് ടോപ്പ് വേരിയന്റിൽ മാത്രമേ വരുന്നുള്ളൂ. LED ഹെഡ്ലൈറ്റ്സ് കാണാൻ ഭയങ്കര മോഡേൺ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എയർ ഇൻടേക്സ് വരുന്നുണ്ട്. എയർ ഇൻടേക്സിന്റെ താഴെയായിട്ട് ഫോഗ് ലാംപ്സിന് ചുറ്റും ഒരു ക്രോമും വരുന്നുണ്ട്. പിന്നെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 17 ഇഞ്ച് അലോയ്സ് വരുന്നത്, അതായത് ബിഗ്ഗസ്റ്റ് ഇൻ ദ ക്ലാസ് ആണ്. അതായത് കമ്പാരിറ്റീവ്ലി ഏറ്റവും വലിയ അലോയ്സ് വരുന്നത് ഹോണ്ട സിവിക്കിനാണ്. പക്ഷേ ബൂട്ട് സ്പേസിലോട്ട് പോയി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ 430 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്. അത് ലീസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് ആണ് എന്ന് പറയണം. സോ നമ്മൾ വണ്ടി ഓടിക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് റോയിലുള്ള ഒരു പ്രീമിയംനെസ് അല്ലെങ്കിൽ കംഫർട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡ്രൈവർ സീറ്റ് ഒരു കുക്കൂണ്ട് ആയിട്ടുള്ള ഒരു ഫീലാണ് തരുന്നതെന്ന് പറയാം. അതായത് നമ്മളെ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലാണ് ഡ്രൈവർ സീറ്റിൽ വരുന്നത്. അതുപോലെ 8 way അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് വരുന്നത്. ഇവിടെ ഒരു 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് പെട്രോൾ CVT വേരിയന്റ് ആണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇക്കോൺ എന്ന് പറഞ്ഞിട്ട് ഒരു എക്കണോമി മോഡ് കൂടെ വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ സ്റ്റിയറിംഗ് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആണ്. അത് കാണാൻ കുറച്ച് നീറ്റ് ആയിട്ടുണ്ട്. ടച്ച് സ്റ്റാർട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഈ ഒരു ഡാഷ്ബോർഡിന്റെ ഡിസൈൻ കുറച്ച് സ്ലീക്കായിട്ട് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഉള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ ഈ 7 ഇഞ്ച് ടച്ച് സ്ക്രീനിൽ വരുന്ന ബട്ടൺസ് വരുന്നുണ്ട്. ഈ ബട്ടൺസ് കുറച്ച് ഒരു ഭയങ്കര ലോ ക്വാളിറ്റി ബട്ടൺസ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡുവൽ ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട്. ഡുവൽ സോൺ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബട്ടൺസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബട്ടൺസും അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ വരുന്ന കൺട്രോൾസും ഭയങ്കര ഒരു ചീപ്പ് മെറ്റീരിയൽസ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ബാക്കി എല്ലാവരുടെയും ഭയങ്കര പ്രീമിയം ആയത് കാരണം അതും ഈ ഒരു ബട്ടൺസിന്റെ പ്രീമിയംനെസ്സുമായിട്ട് മാച്ച് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റിയർ വ്യൂ ക്യാമറയിൽ ഹോണ്ടയുടേതായിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ വ്യൂ റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. അതിൽ പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. ഇനി ഫീച്ചർ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിക്കിന് ബേസ് വേരിയന്റ് തൊട്ടിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്. 4 എയർ ബാഗുകൾ വരുന്നുണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്, ABS വിത്ത് EBD വരുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വിത്ത് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ബേസ് വേരിയന്റ് തൊട്ടിട്ട് ഇത്രയും ഫീച്ചേഴ്സ്. ഇനി ബേസ് വേരിയന്റ് CVTയുടെ ബേസ് വേരിയന്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ LED ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്, DRLs വരുന്നുണ്ട്, 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സാണ് വരുന്നത്, ഇലക്ട്രിക് സൈഡ് മിറേഴ്സ് വരുന്നുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്, പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്, റിയർ AC വെൻസ് വരുന്നുണ്ട്. ഇനി VX വേരിയന്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ VX വേരിയന്റിൽ 8 way പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് വരുന്നത്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് വരുന്നുണ്ട്, ആംബിയന്റ് ലൈറ്റിംഗ് വരുന്നുണ്ട്, ലെതർ അപ്പോൾസ്ട്രിയോട് കൂടിയിട്ട്. ഇനി ടോപ്പ് വേരിയന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് വേരിയന്റിൽ മാത്രം വരുന്ന ഫീച്ചറാണ് ഫുൾ LED ഓട്ടോ ഹെഡ് ലാംപ്സ്. അതുപോലെ തന്നെ 17 ഇഞ്ച് അലോയ്സും ടോപ്പ് വേരിയന്റിൽ മാത്രം വരുന്ന ഫീച്ചറാണ്. സൺറൂഫ് വരുന്നുണ്ട് പുതിയ ഹോണ്ട സിവിക്കിൽ. ചെറിയ സൺറൂഫ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല, ഒരു സെഡാനിൽ വരുന്ന രീതിക്കുള്ള ഒരു സൺറൂഫ് തന്നെയാണ്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കർട്ടൻ എയർ ബാഗ്സും. ഇത്രയൊക്കെയാണ് ടോപ്പ് വേരിയന്റിൽ വരുന്നത്. ഇനി സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അത്
ലെയിൻ വാച്ച് ക്യാമറ, അതായത് ലെഫ്റ്റ് സൈഡ് മിറേഴ്സിൻ്റെ താഴെ നമുക്കൊരു ക്യാമറ വരുന്നുണ്ട്. അത് ലെയിൻ വാച്ച് ക്യാമറയാണ്. നമ്മൾ സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ, ലെഫ്റ്റിലോട്ട് സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ടച്ച് സ്ക്രീനിൽ ഓൺ ആവും. സോ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ട് റൈറ്റ് സൈഡിലും കൂടെ അത് കൊടുത്തില്ല എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ 3 ലൈൻ ഹൈവേയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ റൈറ്റ് കൊടുക്കും, ലെഫ്റ്റ് കൊടുക്കും. സോ രണ്ട് ഭാഗത്തും ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടാവും. സോ രണ്ട് ഭാഗത്തും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എനിക്ക്. അതുപോലെ തന്നെ റിമോട്ട് എൻജിൻ സ്റ്റാർട്ട് വരുന്നുണ്ട്. അത് പെട്രോൾ മാത്രമേ വരുന്നത്, ഡീസലിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡോർ ലോക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് കീ വെച്ചിട്ട് ഒന്ന് ദൂരത്തോട്ട് നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെഹിക്കിൾ ലോക്കാവും. സോ നമുക്ക് അതൊക്കെ പോട്ടെ, ഇനി വണ്ടി ഓടിച്ചു നോക്കാം. എത്രത്തോളം പെർഫോമൻസ് ഓറിയന്റഡ് ആണ് പുതിയ സിവിക് എന്ന് നോക്കാം. സോ നമ്മൾ സ്റ്റാൻഡ് സ്റ്റില്ലിലാണ്, പാഡിൽ ഷിഫ്റ്റേഴ്സ് ആണ്, ബ്രേക്ക് ഫുള്ള് പ്രസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സ്പോർട്സ് മോഡിലാണ് കേട്ടോ വെഹിക്കിൾ, ബ്രേക്ക് ഫുൾ പ്രസ്ഡ് ആണ്. സോ നമുക്കൊന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ലോഞ്ച് ചെയ്യുമ്പോൾ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ 2200 RPM മുകളിൽ ത്രോട്ടിൽ പോകുന്നില്ല. $6000 RPM ഗിയർ ഷിഫ്റ്റ്. വീണ്ടും 6000 RPM 88 km/h തേർഡ് ഗിയർ. 100 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞു. 6000 RPM തേർഡ് ഗിയറിൽ 126 km/h സ്പീഡാണ് വരുന്നത്. ഓക്കെ, ടൈം ടു സ്ലോ ഡൗൺ. സോ പുതിയ ജനറേഷൻ സിവിക് ഇനീഷ്യൽ ആ ഒരു പിക്കപ്പ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആ ഒരു ത്രില്ലില്ലെങ്കിൽ പോലും ടോപ്പ് സ്പീഡിൽ പോകുമ്പോൾ നല്ല രീതിക്കുള്ള ഒരു കംഫർട്ട് വരുന്നുണ്ട്. എനിക്കൊരു ബാലൻസ്ഡ് ആയിട്ടാണ് തോന്നുന്നത് ടോപ്പ് സ്പീഡിൽ പോകുമ്പോഴും. നമ്മുടെ ബാക്കിൽ ഒരു ഇ ക്ലാസ് വരുന്നുണ്ട്. സോറി, ഇ ക്ലാസ് അല്ല, അതെ ഇ ക്ലാസ് തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ CVT ഗിയർ ബോക്സിൽ ചെറിയ രീതിക്ക് ഒരു സ്ലഗ്ഗിഷ് ഫീൽ വരുന്നുണ്ട് കേട്ടോ. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടോപ്പ് സ്പീഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. അതാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ടോപ്പ് സ്പീഡിൽ പോകുമ്പോഴുള്ള കോൺഫിഡൻസ്, അതുപോലെ ഷാസിയിൽ വരുന്ന ഒരു ബാലൻസ്. ഇപ്പോൾ ഈ ഒരു 120 km സ്പീഡിൽ പോകുമ്പോൾ ഞാൻ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. അതാണ് സിവിക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഫീലും നല്ല രീതിക്ക് ഉള്ള കോൺഫിഡൻസ് വരുന്നുണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ. ബ്രില്യൻ ഷാസി എന്ന് പറയുന്നത് അതിൻ്റെ ബ്രേക്കും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ബ്രേക്കിംഗ് കോൺഫിഡൻസ് വന്നാൽ മാത്രമേ നമുക്കൊരു കാറ് ഹൈ സ്പീഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ. ഓൾറൈറ്റ്. അതുപോലെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സിവിക് ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ഭയങ്കര ഒരു താഴ്ന്നിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു ഡ്രൈവിംഗ് പൊസിഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു സ്പോർട്ടി ഫീൽ തരും. സോ പുതിയ സിവിക്കിന്റെ എൻജിൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ സ്പോർട്സ് മോഡിൽ ഒന്ന് ഇട്ടോട്ടെ. കാരണം സ്പോർട്സ് മോഡിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഓടിച്ച് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ സ്പോർട്സ് മോഡിൽ ഇടുന്നതിന് മുമ്പായിട്ട് പെട്രോൾ വേരിയന്റ് CVT ഗിയർ ബോക്സിൽ മാത്രമാണ് അവൈലബിൾ. അത് ഡീസലിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമാണ് അവൈലബിൾ. സോ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പെട്രോൾ CVT, ഡീസൽ 6 സ്പീഡ് മാനുവൽ. സോ നമുക്ക് CVTയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പാഡിൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. സോ പാഡിൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, സോ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.8 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1.8 ലിറ്റർ എന്ന് പറയുമ്പോൾ അതിന് മാക്സിമം പവർ 141 bhp പവറും അതുപോലെ തന്നെ 178 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കോ വരുന്നത്. സോ ഈ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റൈവൽസ്, അതായത് കോമ്പറ്റീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർ ഫിഗേഴ്സ് കുറച്ച് കുറവാണ്. പക്ഷെ അതേ സമയത്ത് കൊറോള ആൽറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു വെഹിക്കിൾ ഉണ്ട്. ഇതിന്റെ ഇതേ സെയിം കാറ്റഗറിയിൽ വരുന്ന ഒരു കാറാണ്. കൊറോള ആൽറ്റിസിനെക്കാളും 1 bhp കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ 140 bhp ആണ് കൊറോള ആൽറ്റിസിന് വരുന്നത്. സിവിക്കിന് വരുന്നത് 141 bhp ആണ് പെട്രോൾ എഞ്ചിന്. അതേ സമയത്ത് നമ്മൾ ഡീസൽ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സൗണ്ട് നല്ല കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് കേട്ടോ പുതിയ സിവിക്കിന്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിന്. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഡീസലിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.6 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. 1.6 ലിറ്റർ ഡീസൽ എഞ്ചിൻ, നാച്ചുറലി ആസ്പിറേറ്റ്, അതായത് ടെർബോ ഡീസൽ എഞ്ചിൻ. അതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്.
അതിൽ വരുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 120 bhp പവറേ വരുന്നുള്ളൂ. 300 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും വരുന്നുണ്ട്. ഓക്കെ, പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുന്നുണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ. അതായത് സിവിക് കുറച്ചുകൂടെ, പുതിയ സിവിക് കുറച്ചുകൂടെ കാം ആൻഡ് കമ്പോസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓടിച്ചു നോക്കുമ്പോൾ. അതായത് പഴയ സിവിക്കിന്റെ അത്രത്തോളം ഒരു പെർഫോമൻസ് വരുന്നില്ല, പക്ഷെ കുറച്ചുകൂടെ കംഫേർട്ടിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, അതായത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് ഓറിയന്റഡ് ഡ്രൈവിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പുതിയ സിവിക്കിന്. പിന്നെ 140 ഈ ഒരു സെഗ്മെന്റിൽ 141 bhp എന്ന് പറയുന്നത് അത്രത്തോളം മതിയോ എന്നാണ് എൻ്റെ ഒരു സംശയം. പ്രത്യേകിച്ച് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും കൂടെ ആവുമ്പോൾ കുറച്ചുകൂടെ പവർ ഉണ്ടായിരുന്നേൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോ സിവിക് ഭയങ്കര ഒരു കംഫർട്ട് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ തവണ ഇത് നമ്മൾ ആക്സിലേറ്ററിൽ നമ്മൾ ഒന്ന് പെർഫോമൻസ് ഓറിയന്റഡ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് ചവിട്ടുമ്പോഴും കംഫർട്ടാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. എത്ര ദൂരം വേണമെങ്കിലും, അതായത് ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ, ഈ ഒരു സീറ്റിംഗ് പൊസിഷനുമായിട്ട് ഈ ഒരു ക്യാബിനിൽ എത്ര ദൂരം വേണമെങ്കിലും ഡ്രൈവ് ചെയ്ത് പോവാം. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ പാലക്കാടാണ് ഉള്ളത്, ഇവിടുന്ന് ബാംഗ്ലൂർ വരെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്ത് പോവാം. അതായത് ഒരു മുഷിപ്പും തോന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ല ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള ഷാസിയാണ്. അതായത് ഈ ഹൈ സ്പീഡിൽ 120 പോയിട്ട് ഞാനിപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല രീതിക്ക് ഹാൻഡ്ലിംഗ് വരുന്ന വേറൊരു കാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോഡ ഒക്ടാവിയ മാത്രമേ ഉള്ളൂ. സ്കോഡ ഒക്ടാവിയ ആയിട്ട് മാത്രമേ നമുക്ക് സിവിക്കിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കൊറോള ആൽറ്റിസ് എന്ന് പറയുന്ന ഒരു കാറ് കംപ്ലീറ്റ് ബാക്ക് സീറ്റ് ഓറിയന്റഡ് ഒരു കാറാണ് എന്ന് ഞാൻ പറയുന്നു. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഷാസിയാണ്. നല്ല രീതിക്ക് ഹാൻഡ്ലിംഗ് വരുന്നുണ്ട്. പക്ഷെ ഹാൻഡ്ലിംഗ് വരുന്നതിന്റെ അത്ര ഒരു പവർ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിക്ക് ഒരു കുറവ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കംഫർട്ടിനാണ് ഹോണ്ട കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് പുതിയ സിവിക്കിൽ. അതുപോലെ CVT നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഗിയർ മാറുന്നില്ല, പക്ഷെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ളത് കാരണം കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഗിയർ മാറിയില്ലെങ്കിലും നമുക്കിതേ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ളത് കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഒപ്പീനിയനും കൂടെ എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, 6000 RPM പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. സോ പുതിയ സിവിക്കിന്റെ ഡ്രൈവിംഗ് ഇംപ്രഷൻസ് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പഴയ സിവിക്ക് ഒരു പടക്കമായിരുന്നു. പുതിയ സിവിക്ക് കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ കംഫർട്ട് ഓറിയന്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കുറച്ചുകൂടെ മെച്യൂരിറ്റി വരുന്നുണ്ട്. മറ്റേതൊരു ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് കാറായിരുന്നു. ഇത് കുറച്ചുകൂടെ കമ്പോസ്ഡും ഇതിന്റെ ഇന്റീരിയേഴ്സ് ആണെങ്കിലും എല്ലാം കുറച്ചുകൂടെ. അതുപോലെ ഫീച്ചേഴ്സ് എനിക്ക് കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ട് ഇന്റീരിയേഴ്സിൽ. കാരണം ഒരു വയർലെസ് ചാർജിങ് ഓപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് നമുക്ക് ഇന്റീരിയേഴ്സിൽ കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. സോ 10th ജനറേഷൻ സിവിക്കിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. 8th ജനറേഷൻ സിവിക് എന്തുകൊണ്ടാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഭയങ്കര ഡ്രൈവേഴ്സ് ഓറിയന്റഡ് കാറായിരുന്നു. പെർഫോമൻസിന് കുറേ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അതിന്റെ ഹാൻഡ്ലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഫസ്റ്റ് ഓടിച്ചപ്പോൾ തന്നെ. 10th ജനറേഷൻ സിവിക്കിലോട്ട് വന്നപ്പോൾ ഒരു അടിപൊളി ഷാസിയാണ്. അതായത് നിങ്ങൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും, ബ്രില്യൻറ്റ് ഹാൻഡ്ലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പവർ പഴയ ഒരു പഞ്ച് വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ്. അതല്ലാതെ പക്ഷെ അതിന് കോംപ്രമൈസ് ചെയ്യാതെ രീതിക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ബാക്ക് സീറ്റ് കംഫേർട്ട് വരുന്നുണ്ട് ഇപ്പോൾ പുതിയ സിവിക്കിൽ. അതായത് ബാക്ക് സീറ്റിലും ഫ്രണ്ട് സീറ്റിലും ഈക്വൽ കംഫേർട്ട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് ലോങ് ഡ്രൈവ്സ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പോവാം. സോ അതാണ് പുതിയ സിവിക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അല്ലെങ്കിൽ ഹോണ്ട പുതിയ സിവിക്കിന് അങ്ങനെയാണ് കോൺസെൻട്രേറ്റ് കൂടുതൽ ചെയ്യുന്നത്. ഡ്രൈവർ ഓറിയന്റഡ് കാർ മാത്രമല്ലാതെ ബാക്ക് സീറ്റിലും ഈക്വൽ കംഫർട്ടും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഡിസൈൻ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, ഡിസൈൻ വളരെ ഒരു ഫേവറേറ്റ് ആണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ, ഫാസ്റ്റ് ബാക്ക് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ടില്ലേ, ഈ ഒരു കൂപ്പേ ലൈക്ക് ഡിസൈൻ ആണെങ്കിൽ പോലും ഹെഡ് റൂം അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹെഡ് റൂം ഉണ്ട്. എൻ്റെ ഹൈറ്റിന് പോലും കറക്റ്റ് ഹെഡ് റൂം ആയിരുന്നു. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 10th ജനറേഷൻ സിവിക്കിന് ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തരുന്ന ഒരൊറ്റ ഒരു കാറേ ഉള്ളൂ, അതാണ് സ്കോഡ ഒക്ടാവിയ. സോ സ്കോഡ ഒക്ടാവിയ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അതായത് അതിൻ്റെ ഡ്രൈവിംഗ് പ്ലഷർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ കംഫർട്ട് ഫീച്ചേഴ്സ്, അതിൻ്റെ ഡിസൈൻ എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഈ സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ
ഈ രണ്ട് വെഹിക്കിൾസ് ആണ് നല്ല രീതിക്ക് കോമ്പറ്റീഷനോട് കൂടിയിട്ട് നിൽക്കുന്നത്. സോ ഈ രണ്ട് കാറും ബാക്ക് ടു ബാക്ക് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് കൂടുതൽ ഒരു പ്രോപ്പർ വേർഡിക്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ 10th ജനറേഷൻ സിവിക്കിൻ്റെ ഞാൻ കാര്യം പറഞ്ഞു. പണ്ടത്തെ സിവിക്കിൽ നിന്നും ഡ്രൈവേഴ്സ് കിട്ടുന്ന ആ ഒരു ജോയ് അത്രത്തോളം ഇല്ലെങ്കിൽ പോലും പുതിയ സിവിക്കിൽ ഡ്രൈവർക്കും കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്, ഈക്വൽ ഇമ്പോർട്ടൻസ് ബാക്ക് സീറ്റിലുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം പുതിയ സിവിക്കിനെ കുറിച്ച്. സോ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്യുക. സോ എല്ലാ അപ്ഡേറ്റ്സും ഓട്ടോമോട്ടീവ് വേൾഡിൽ നിന്ന് എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹോണ്ട സിവിക് ആയിട്ടാണ് നോക്കുന്നത്. വീണ്ടും വേറൊരു വെഹിക്കിളുമായിട്ട് നിങ്ങളെ ഇമ്മീഡിയറ്റ്ലി കാണുന്നതായിരിക്കും വേറൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷംനാസ്. ബൈ.